ഈ ഒരു ബിസിനസ്സിൽ, ആർസിഎം എന്നൊരു ബിസിനസ്സിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പില്ലർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിൽ എല്ലാ പ്രൊഡക്റ്റ് സെഗ്മെന്റുകളും ഒന്നിനൊന്ന് മെച്ചമാണെങ്കിൽ പോലും ന്യൂട്രിചാർജിനെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറയാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴും വെൽനസ് ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, ഏകദേശം ഒരു 200 കൊല്ലത്തിനൊക്കെ മുന്നേ ഹെൻറി ഫോർഡ് ഒരു വ്യക്തി ഒരു കാർ കണ്ടുപിടിച്ചപ്പോ ഒരാൾ പോലും വിചാരിച്ചില്ല ഇന്നത് $multi-million കമ്പനി ആയിട്ട് മാറും. കാരണം ഒരു കാർ കണ്ടുപിടിച്ചു, ആ കാർ കണ്ടുപിടിച്ചപ്പോൾ ആ കാർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർവീസ് ഇൻഡസ്ട്രി വന്നു. അതിനൊപ്പം ആ കാർ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, പല പല സ്ഥലങ്ങളിലായിട്ട് പെട്രോൾ പമ്പുകൾ വേണമെന്ന് മനസ്സിലായി. പെട്രോൾ പമ്പുകൾ വന്നു. അതിന്റെ ഒപ്പം കാർ രണ്ട് രീതിയിലാവാം, പെട്രോളും ആവാം ഡീസൽ ആവാമെന്ന് മനസ്സിലായി. അങ്ങനെ പെട്രോൾ പമ്പുകളും വന്നു, കൂടി ഡീസലും വന്നു. ഇപ്പോൾ CNG വരെ എത്തി നിൽക്കുന്നു. ഇതെല്ലാത്തിനും പുറമെ കാറിന് വേണ്ട സർവീസ് കൊടുക്കാൻ വേണ്ടി സർവീസ് ഇൻഡസ്ട്രി ഉണ്ട്, കാറിന് വേണ്ട പുതിയ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി അതിന്റെ യൂട്യൂബർ ബ്ലോഗുകൾ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ കാറിൽ നിന്ന് ഇന്ന് ലോകം മൊത്തം ഏറ്റവും കൂടുതൽ ടേൺ ഓവർ നടത്തുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഈ ഒരു കൊച്ചു കാറ് മാറി. അപ്പൊ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇനി ഇത്രയും വലിയൊരു സംഭവമായിട്ട് മാറുന്നത്. ഇത് തന്നെയാണ് ഇന്നത്തെ വെൽനസ് ഇൻഡസ്ട്രി. ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രിയുടെ ശരിയായ പൊട്ടൻഷ്യൽ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റിൽ എന്താണെന്ന് വെച്ചാൽ 60 കൊല്ലം ഇങ്ങനെയൊക്കെ പോയതല്ലേ, ഇനിയും അങ്ങനെയൊക്കെ പൊക്കോളും. പഴയ മണ്ണും പഴയ വാഴയും പഴയ വെളിച്ചവുമായിരുന്നെങ്കിൽ പോയേനെ. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി. ഈ ഒരു കാലഘട്ടത്തിന്റെ ഒപ്പം നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യം തരുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ ആദ്യം വായക്കൂടെ എടുക്കണം, അതിനു മുന്നേ മനസ്സുകൊണ്ട് എടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ വെൽനസ് എന്ന ഈ ഒരു ഇൻഡസ്ട്രിയുടെ ശരിയായ വളർച്ച, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിന്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായാൽ മാത്രമേ നമുക്ക് ന്യൂട്രിചാർജിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. കാരണം ഇന്ന് പ്രധാനമായിട്ട് ആൾക്കാർ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് ഫോക്കസ്ഡ് ആണ്. ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഹെൽത്ത് കെയറിന്റെ അർത്ഥം. പക്ഷെ ഇന്ന് എത്ര ഹോസ്പിറ്റലുകൾ ആരോഗ്യത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്? അവിടെ ശരിക്കും നടക്കുന്നത് എന്താണ്? സിക്നസ് റെവല്യൂഷൻ ആണ്. സിക്നസ് റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ആളൊരു പേഷ്യന്റ് ആയിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അയാൾക്ക് അത് മാറാനുള്ള പ്രൊഡക്റ്റും സർവീസും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി ആഗ്രഹിക്കില്ല മരുന്ന് വെറുതെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി. ഒരു വ്യക്തി ആഗ്രഹിക്കില്ല എനിക്ക് അസുഖം വരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി നടന്നു പോയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയാണ് അവിടെ തേടുന്നത്. പക്ഷെ വെൽനസ് ഇൻഡസ്ട്രി എന്താണ്? പ്രോആക്റ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടി അതിനെ മുൻകൂട്ടി കണ്ട് അതിനെ തടഞ്ഞുകൊണ്ട് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. ഇനി നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയെ താല്പര്യം? എല്ലാം വന്നിട്ട് മാറാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണോ, അതോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഷേഴ്സ് എടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണോ? കാരണം ഞാൻ ഈ സെക്കൻഡ് കാറ്റഗറിയിലാണ്, വെൽനസ് ഇൻഡസ്ട്രിയുടെ കാറ്റഗറിയിലാണ്. അതുകൊണ്ടാണ് സിക്നസിനെ റിയാക്റ്റീവ് എന്നും വെൽനസിനെ പ്രോആക്റ്റീവ് എന്ന് പറയുന്നത്. പ്രോആക്റ്റീവ് എന്ന് വെച്ചാൽ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടു ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അന്തരവ് നമുക്ക് ശരിക്കും മനസ്സിലാവും ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം നമ്മുടെ ജീവിതത്തിലെ ഇനീഷ്യൽ സ്റ്റേജ്, അതായത് ജനിക്കുമ്പോൾ തൊട്ടൊരു 40-50 വയസ്സ് വരെ നമ്മൾ ചെയ്യുന്നത് സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെയോ കാറ്റുണ്ടാക്കാൻ. അങ്ങനെ കാറ്റുണ്ടാക്കാൻ അതിന്റെ പിന്നിൽ പോയിട്ട് എന്തുണ്ടാവുന്നു? നമുക്ക് നമ്മുടെ ഹെൽത്ത്, അതായത് ആരോഗ്യം നഷ്ടപ്പെടും. പിന്നീട് 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത്ര കാലത്തെ നമ്മൾ സമ്പാദിച്ച എല്ലാ കാര്യങ്ങളും, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ 40 കൊല്ലം നമ്മൾ അതിന് പിന്നാലെ പോയി എന്തുണ്ടാക്കുന്നു? നമ്മുടെ ആരോഗ്യം മൊത്തം പോകുന്നു, വരുമാനം ആവുന്നില്ല. 40 കൊല്ലത്തിന് ശേഷം വരുമാനം ഉണ്ടാവുന്നത് മൊത്തം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാണ്. നമ്മുടെ ലൈഫിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ വിശ്വസിക്കുന്നു വേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ആരോഗ്യം, ഒന്ന് സമ്പാദ്യം, അതേപോലെ തന്നെ സമയം. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന ഒരാളെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. ചിലവർക്ക് ആരോഗ്യം ഉണ്ടാവും, ചിലവർക്ക് സമ്പത്ത് ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. ചിലവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല പക്ഷെ സമ്പത്തും സമയം ഉണ്ടാവും. ചിലവർക്ക് ആരോഗ്യം ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും, പക്ഷെ സമയം ഉണ്ടാവില്ല. പക്ഷെ ഇത് 3ഉം കൂടി നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് RCM. അതിലൂടെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ച് ഈ ഒരു ഇന്ത്യനെ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യമുള്ള ഒരു ജനതയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രിചാർജ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് ന്യൂട്രിചാർജിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാൽ 61% ആൾക്കാർ ഒബീസാണ്. 61% ആൾക്കാർ ഒബീസാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലേക്ക് ആവശ്യത്തെക്കാളും കൂടുതൽ അളവിൽ ഭക്ഷണം ചെല്ലും. ഒരളവിനപ്പുറം ശരീരത്തിലേക്ക് ഭക്ഷണം ചെന്നു കഴിഞ്ഞാൽ അത് പിന്നെ അനാവശ്യമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള വഴിയായിട്ട് മാറും.
ഒബീസ് ആണ് ആൾക്കാർ, ഓവർ ഫെഡ് ആണ് ആൾക്കാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ത്യയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഏറ്റവും മൂല കാരണം എന്ന് പറയുന്നത് ആൾക്കാര് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അതായത് ശരീരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഭക്ഷണം അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പരസ്യങ്ങൾ ആ രീതിയിലാണ്. അപ്പൊ ലൈഫ് സ്റ്റൈലായിട്ട് സംബന്ധിച്ച് ലൈഫ് സ്റ്റൈൽ മാറുന്നതിനൊപ്പം തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ വന്നു. ആ ഫാസ്റ്റ് ഫുഡ് ചെയിനെ നമ്മളൊരു കൺസ്യൂമർ ആയിട്ട് മാറി, ഡിപ്പെൻഡന്റ് ആയിട്ട് മാറി. എവിടെയെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ആവശ്യത്തെക്കാളും കൂടുതൽ ഭക്ഷിക്കും. ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത്, നമ്മൾ ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എന്റെ കൂടെ യാത്ര ചെയ്ത ഒരുപാട് പേര്, അതിൽ ചില ആൾക്കാർ എന്ന് പറയുമ്പോൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ചായ, വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചായ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചിട്ട് ആലോചിക്കുക, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ചായ കുടിച്ച് ആലോചിക്കുക, ബാത്റൂമിൽ പോകണമെങ്കിൽ ചായ കുടിച്ചിട്ട് ആലോചിക്കുക, അടുത്ത സ്ഥലം ഏതാണെന്ന് തീരുമാനിക്കണമെങ്കിൽ മീറ്റിംഗ് പോകണമെങ്കിൽ ഒരു ചായ കുടിച്ച് ആലോചിക്കുക. ഈ ചായയോടൊപ്പം കഴിക്കുന്നത് ഏതോ കാലത്തിരുന്ന എണ്ണയിൽ വറുത്തുണ്ടാക്കിയ സാധനം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഡിക്ഷൻ വരുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായത് പ്രോഗ്രാംഡായി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളിൽ എല്ലാം ഒരു പ്രോഗ്രാമിംഗ് ഓട്ടോമാറ്റിക്കലി വന്നു. കാരണം എന്താ, 4 മണിയിൽ ഒരു സമയം ഉണ്ടെങ്കിൽ ചായക്കും കടിക്കുള്ള സമയമാണെന്നുള്ളത് സബ് കോൺഷ്യസ്ലി ആരും നമ്മളോട് പറഞ്ഞു. അപ്പൊ 4 മണി എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ചായക്കും ഇതിന്റെ സമയമാണ്. ഗവൺമെന്റ് ഓഫീസിലാണ് വർക്ക് ചെയ്ത 11 മണി എന്നുള്ളത് ചായയുടെ സമയമാണ്, 4 മണി എന്നുള്ളത് ചായയുടെ സമയമാണ്. ഇത് പ്രോഗ്രാം ആയി തുടങ്ങി. അപ്പൊ എന്തുണ്ടാവുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തെക്കാളും കൂടുതൽ അളവിലേക്ക് ഭക്ഷണം. ഒന്നാമത്തെ കാര്യം, വി ആർ ബീങ് ഓവർ ഫെഡ്. രണ്ടാമതാണ് അണ്ടർ നൂറിഷ്ഡ് ആണ്. വേണ്ട രീതിയിലുള്ള പോഷകാഹാരങ്ങൾ ശരീരത്തിലേക്ക് ചെല്ലുന്നില്ല. ഇതിൽ 2 കാരണങ്ങൾ എടുക്കാം. ഒന്ന്, പട്ടിണിയായിരിക്കാം. അതായത് രണ്ടറ്റവും കൂട്ടിമുട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം മാൽ നൂറിഷ്മെന്റിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സമയമില്ലായ്മയാണ്. കാരണം ആകെ തിക്കും തിരക്കാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം വീടുകളിലുള്ള വീട്ടമ്മമാരാണ്. കാരണം അവരാണ് ആ വീട്ടിലെ ഏറ്റവും ലാസ്റ്റ് ഭക്ഷണം കഴിക്കുന്നത്. അച്ഛന് കൊടുക്കും, മകന് കൊടുക്കും, എന്താ പറയാ, ഭർത്താവിന് കൊടുക്കും, കുട്ടികൾ എല്ലാം കൊടുത്തതിന് ശേഷം എന്തെങ്കിലും മിച്ചം വന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഇല്ല. ഇത് കഴിക്കുമ്പോൾ കഴിക്കേണ്ട രീതിയിൽ കഴിക്കുന്നില്ല, എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തി ആ പരിപാടി കഴിയും. അപ്പൊ സമയം ശരിയായിട്ട് വരുന്നില്ല, ഭക്ഷണം ശരിയായിട്ട് ഉള്ളിലേക്ക് ചെല്ലുന്നില്ല. മാൽനൂറിഷ്മെന്റ് വരാനുള്ള ഏറ്റവും വലിയ കാരണമാണ് സമയമില്ലായ്മ. സോ ഒന്ന് ഞാൻ പറഞ്ഞു, ഓവർഫെഡ് ആണ് ആൾക്കാർ, ഒബീസ് ആണ്. രണ്ടാമതാണ് ഈ പറഞ്ഞ പോലെ അണ്ടർ നൂറിഷ്ഡ് ആണ്. പിന്നെ മൂന്നാമത്തെ കാരണമാണ് പൊല്യൂഷൻ. ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ കാര്യമാണ് പൊല്യൂഷൻ. കാറിൽ നിന്നുള്ള പൊല്യൂഷൻ, പല ഫാക്ടറികളിൽ നിന്നുള്ള പൊല്യൂഷൻ. അതിനെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും, അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അത് ഒരാൾ വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല, നമ്മുടെ കയ്യിൽ ഒതുക്കുന്ന കാര്യമില്ല. പക്ഷെ ഇതും നമ്മളെ ശാരീരികമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി 4മത്തതാണ് ജോലി സംബന്ധമായിട്ട് നമുക്കുണ്ടാവുന്ന സ്ട്രെസ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആൾക്കാർ മരിക്കുന്നത് ജോലി സംബന്ധമായ സ്ട്രെസ് മൂലമാണ്. അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമാണ്. ആ ഒരു സ്ട്രെസ് അവർക്ക് ഏറ്റെടുക്കാൻ പറ്റാതെ മാനസികമായ സമ്മർദ്ദം വരുന്നു. മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഹാർട്ടിന് അത് താങ്ങാൻ പറ്റാതെ ആവുന്നു. സോ ഇതാണ് പ്രധാനമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്ക് ചെല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവിടെയാണ് ന്യൂട്രിചാർജിന്റെ പ്രസക്തി. കാരണം ഒരു അസുഖം വന്നിട്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ അവിടെ ഒരു കാര്യം ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അസുഖം മാറാം, മാറാതിരിക്കാം. പക്ഷെ ചാൻസസ് എപ്പോഴും 2 സൈഡിലേക്കും തുല്യമായിട്ടിരിക്കും. പക്ഷെ ഒരു അസുഖം വരുന്നതിനേക്കാളും മുന്നേ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതിനൊറ്റ ചാൻസേ ഉള്ളൂ, ആ അസുഖത്തെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയെ കൺട്രോൾ ചെയ്തുകൊണ്ട് ശരീരത്തിലേക്ക് വേണ്ട രീതിയിലുള്ള ന്യൂട്രീഷൻ എത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് ശരിയായ രീതിയിലുള്ള വെൽനസ്. അതിനൊപ്പം എന്ത് വേണം? എക്സസൈസ് വേണം, ശരിയായ പോഷകാഹാരങ്ങൾ ഉള്ളിലേക്ക് ചെല്ലണം. അതേപോലെ തന്നെ എന്ത് വേണം? നമുക്ക് അതിനെ ഗ്രഹിക്കാനുള്ള രീതിയിലുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഊർജത്തിന് വേണ്ടിയിട്ടാണ്. ഈ എനർജി നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണമെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു എനർജീനെ ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കാറ്റലിസ്റ്റ് വേണം, കെമിക്കൽ കോമ്പൗണ്ട്സ് വേണം. അപ്പൊ എനർജി വേണം, കെമിക്കൽ കോമ്പൗണ്ട്സ് വേണം. അതിന്റെ ഒപ്പം തന്നെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഈ ഭക്ഷണമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മസിലുകൾ വളരുന്നതും നമ്മുടെ മുടി വളരുന്നതും ഇതെല്ലാം ഈ പറഞ്ഞ ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഫുഡ് എന്തൊക്കെ തരുന്നുണ്ട്? എനർജി തരുന്നുണ്ട്, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ പോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്കും ഉണ്ട്. ഈ 3 കാര്യങ്ങളുമാണ് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ ഭക്ഷണത്തെ ഊർജ്ജമാക്കാൻ കാറ്റലിസ്റ്റുകൾ സഹായിക്കുന്നു. ഊർജ്ജമായതിനു ശേഷം ഇത് ശരീരത്തിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് മാറുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു രൂപവും ഈ ഒരു ആകൃതിയുമായിട്ട് മാറും. അപ്പൊ ശരിയായ ഭക്ഷണം ചെന്നാൽ ഇത് നടക്കും.
ശരിയായ പ്രശ്നം ചെന്നില്ലെങ്കിൽ നമ്മൾ തന്നെ പല പേജുകളിൽ കണ്ടിട്ടുണ്ട് പട്ടിണി പാവങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കുന്നത്. അവരുടെ മുഖത്തിന്റെ ആകൃതി മാറിയിട്ടുണ്ടാവും, ഇവിടെ വാരിയതൊക്കെ പുറത്ത് കാണും. കാരണം എന്താ, അവരുടെ ശരീരത്തിലേക്ക് വേണ്ട രീതിയിലുള്ള പോഷകാഹാരങ്ങൾ ചെല്ലും. അപ്പൊ ഇവിടെ ശരിയായ ഒരു രീതിയിലുള്ള ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് ആരോഗ്യമുള്ളൊരു ജനതയായിട്ട് മാറും. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ന്യൂട്രിചാർജ് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അഫോർഡബിലിറ്റി ആണ്. ഒന്നാമത്തെ പോയിന്റ് അഫോർഡബിലിറ്റി. അതായത് ഏതൊരു സാധാരണക്കാരനും വാങ്ങാവുന്ന രീതിയിലുള്ള ഒരു വില നിർണയമാണ് ന്യൂട്രിചാർജിന്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വെൽനസ് ഇൻഡസ്ട്രിയിലെ മറ്റേ ഏത് കമ്പനികൾക്കും നിങ്ങൾ എടുത്തു നോക്കാം, അതിന്റെ വില നിങ്ങൾക്ക് പരിശോധിക്കാം. കമ്പാരിറ്റീവ്ലി ഇത്ര റീസണബിളി ഈ ഒരു പ്രൊഡക്റ്റ്, അത് വേൾഡ് ക്ലാസ് ക്വാളിറ്റി, ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമ്മുടെ സ്ട്രോബെറി പ്രൊഡക്റ്റിന്റെ പേരുണ്ട്. അത്രയും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അഫോർഡബിലിറ്റി, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അഫോർഡബിലിറ്റി ഇന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു കഴിവാണ്. അതിന് എന്ത് വേണം, നമ്മൾ മാർക്കറ്റിനെ ഒന്ന് പരിശോധിക്കണം. മറ്റുള്ള വെൽനസ് കമ്പനികൾ എത്ര രൂപയ്ക്കാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതും എത്ര രൂപയ്ക്കാണ് അത് വിറ്റഴിക്കുന്നതും കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതൊരാളുടെ വീട്ടിലേക്കും വളരെ ഈസി ആയിട്ട് കൊണ്ടുചെല്ലാൻ പറ്റുന്ന ഒരു പ്രൈസ് നമുക്കത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മറിച്ച് അവർക്കത് ബുദ്ധിമുട്ടാവുന്നത് അവരുടെ മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലായിരിക്കും, പക്ഷെ ഇനി വരുന്ന കുറച്ച് കാര്യങ്ങൾ തടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പൊ കഴിച്ചാലേ അതിന്റെ ആവശ്യം അപ്പൊ നിറവേക്കും. ഒരു കാര്യം വന്നിട്ട് ചികിത്സിക്കുന്നതും വരാതിരിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയുടെ മാനസികാവസ്ഥയും ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥയും അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും മൊത്തം കീഴോട്ട് പോയി. ഇത് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. നന്നായി ഓടിക്കളിച്ച് നടക്കുന്ന ഒരാളുടെ വീട്ടിലൊരാൾക്ക് വയ്യായ വന്നു കഴിഞ്ഞാൽ അയാൾ ഡൗൺ ആവുന്നത് മാത്രമല്ല, അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റേ എല്ലാവരും ഡൗൺ ആയിട്ട് മാറും. ഇതൊരു സത്യാവസ്ഥയാണ്. ഇതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കണം. അപ്പൊ ഇത് വരാതിരിക്കാനുള്ള വഴിയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട്, മോനെ മഴ കൊള്ളരുതെന്ന് പറയാറുണ്ട്. മഴ കൊണ്ടുകൊണ്ടൊന്നും പനി വരില്ല, പക്ഷെ ആരോ പറഞ്ഞ് മഴ കൊണ്ടാൽ പനി വരും. അതുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മഴ കൊള്ളരുതെന്ന് പറയുന്നു. ന്യൂട്രിചാർജ് അതുപോലെയാണ്. അസുഖങ്ങൾ വരാതിരിക്കാനും അതേപോലെ തന്നെ അതിനെ നേരിടാനും നമ്മുടെ ശരീരത്തെ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി ഒരു ഡിസിഷൻ എടുക്കുന്നു. നമ്മൾ 2 ലക്ഷം 3 ലക്ഷം രൂപ കൊടുത്തിട്ട് മേടിക്കുന്ന വണ്ടി നമ്മൾ മാസാമാസം സർവീസിന് കൊടുക്കും. കറക്റ്റ് സമയത്ത് ഓയിൽ ചേഞ്ച് ചെയ്യും, വേണ്ട രീതിയിലുള്ള പെട്രോൾ അടിക്കും. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആസ്തിയുണ്ട്. ഇത് സർവീസ് ചെയ്യാൻ നമുക്ക് സമയമില്ല. ഇത് സർവീസ് ചെയ്യാൻ നമ്മൾ വേണ്ട രീതിയിൽ ധനം കണ്ടെത്തുന്നില്ല. വണ്ടിയുടെ CC കെട്ടുതാലി പണയം വെച്ചിട്ടാണെങ്കിലും കൊടുക്കും, പക്ഷെ ഈ ഹാർട്ടിന്റെ ഈ ഒരു എഞ്ചിൻ, ഇതിനുള്ള ഓയിൽ കൊടുക്കാൻ മാത്രം നമ്മൾ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല. ന്യൂട്രിചാർജ് നമ്മൾ ആരും ബോധിപ്പിക്കാൻ വേണ്ടി കഴിക്കില്ല, നമുക്ക് വേണ്ടി കഴിക്കും. കാരണം നമ്മൾ തളർന്നു കഴിഞ്ഞാൽ, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ എത്തും എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ഇപ്പൊ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് രാജൻ സാറ് ഇങ്ങനെ ഒരു മാസത്തിൽ 30 ദിവസം മീറ്റിംഗ് എടുക്കുന്നത്? ഒറ്റ കാര്യം പറയാനുള്ളൂ, ബിക്കോസ് ന്യൂട്രിചാർജ് ആ എനർജി കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഹേമന്ത് സാറിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, റൂബി ഹേമന്ത് സാറിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം 4 മീറ്റിംഗ് അദ്ദേഹം ഫിസിക്കലി എടുത്തു. വൈകിട്ടുള്ള പ്രോഗ്രാം 5ാമത്തെ മീറ്റിംഗ് ആണ്, ഡിജിറ്റൽ മീറ്റിംഗ്. വൈ? ബിക്കോസ് കറക്റ്റ് ആയിട്ട് ന്യൂട്രിചാർജ് എടുക്കുന്നുണ്ട്. ആ എനർജി കൊടുക്കുന്നുണ്ട്, അവർക്ക് ഓടാനുള്ള എനർജി കൊടുക്കുന്നുണ്ട്. അല്ലെ, വണ്ടി നന്നായി സർവീസ് ചെയ്ത വണ്ടി പടക്കുതിരെ പോലെ ഓടും. നമ്മുടെ വണ്ടി ഓടാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ വണ്ടിയിലേക്ക് പെട്രോൾ ആയിട്ടുള്ള ഈ ഒരു എഞ്ചിനിലേക്ക് നമ്മൾ എന്ത് ഒഴിക്കും? മണ്ണെണ്ണ ഒഴിക്കും, ഡീസൽ ഒഴിക്കും, വെള്ളം ഒഴിക്കും, പിന്നെ മിക്സ് ചെയ്ത് കുറച്ച് ഒഴിക്കും. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യും. കാരണം ഇത് കഴിച്ചാൽ, അത് കഴിച്ച ആൾക്ക് അറിയാം എന്താ റിസൾട്ട് എന്നുള്ളത്. കഴിക്കാത്ത ആള് പറയും ഇതൊക്കെ വെറും ഒരു പൊള്ളയായ കാര്യമാണ്, ഇതൊന്നും നടക്കണ കാര്യമല്ല. ഇത്രയും കാലം 40 കൊല്ലം ഞാൻ ഇത് കഴിച്ചിട്ടാണോ? 40 കൊല്ലം നിങ്ങൾ അതുവരെ എത്തിയത് ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗ്യമായിരിക്കാം. പക്ഷെ അടുത്ത 40 കൊല്ലം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഡെയിലി നമ്മുടെ ലൈഫിൽ ഒരു റൂട്ടീനാക്കി മാറ്റണം. അതിനെന്ത് വേണം? ഇത് അഫോർഡബിൾ ആണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. എങ്ങനെ അഫോർഡബിൾ ആണെന്ന് കാണിച്ചു കൊടുക്കണം? ഓരോ ഗുളികയ്ക്കും ഇത്ര രൂപയെ വരുന്നുള്ളൂ. നമ്മുടെ ന്യൂട്രിചാർജ് മെന്ന്, നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ നിങ്ങൾ എടുത്തു നോക്കൂ, 12 രൂപ തൊട്ട് 13.50 വരെ വരുന്നുള്ളൂ. ഒരു ദിവസം ചായക്കും കടിക്കും വേണ്ടിയിട്ട് 30-40 രൂപ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന്റെ ഒരു ചെറിയൊരു അംശം നമ്മുടെ ഈ ഒരു ബോഡീനെ സർവീസ് ചെയ്യാൻ നമുക്ക് മാറ്റി വെച്ചൂടെ? അതിനെ എപ്പോഴും ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാൻ നമ്മൾ പഠിക്കണം. ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാം.
ഒന്നാമത്തെ കാര്യമാണ് അഫോർഡബിലിറ്റി. രണ്ടാമത്തതാണ് ലെക്സ്. ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ന്യൂട്രിചാർജിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ഇതിന്റെ ഉപയോഗിച്ച ഒരാളുടെ റിസൾട്ട് കണ്ട ആൾക്കാർ തന്നെ ചോദിച്ചു വരും. അപ്പുറത്തെ വീട്ടിലൊരു കാറ് വന്നു കഴിഞ്ഞാൽ കാണുന്ന ആൾക്ക് തോന്നും എനിക്കൊരു കാറ് വേണം. അപ്പുറത്തെ ആള് വീട് പണിത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എനിക്കും ഒരു 2 നില വീട് വേണം. അപ്പുറത്തെ വീട്ടിലെ ആള് ഒരു കമ്പ്യൂട്ടർ മേടിച്ച തോന്നും എനിക്കൊരു കമ്പ്യൂട്ടർ വേണം. അതുപോലെ തന്നെ ന്യൂട്രിചാർജ്. ന്യൂട്രിചാർജ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, ഇപ്പൊ നല്ല കളറൊക്കെ വെച്ചുല്ലോ, ഇപ്പൊ മൊത്തം എനർജി ആയില്ലോ. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ആകെ മൊത്തത്തിലൊരു മാറ്റം വന്നു. അപ്പൊ ഇത് ആൾക്കാർ നോട്ടീസ് ചെയ്യും. ഈ ലെക്സ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നത്തിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ആ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കും, എടുത്ത് കാണിക്കും, അതിന്റെ റിസൾട്ട് എടുത്ത് കാണിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ന്യൂട്രിചാർജിന്റെ 27 സെഗ്മെന്റും. ഇപ്പൊ മുട്ടുവേദന വന്നിട്ട് ഒരാള് എല്ലാ ദിവസവും കോണി കയറാൻ പെടാപ്പാട് പെടുന്നു, കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം ബീജ് കയറുന്നു, കോണി പുഷ്പം പോലെ കയറും, ഇതൊരാൾ കാണും. അപ്പൊ ചോദിക്കും, കുട്ടപ്പേട്ടന്റെ കാലിന്റെ വേദന മാറിയോ? മോനെ, കാലിന്റെ വേദന മാറി. അത് എങ്ങനെ മാറിയോ? ഡോക്ടർമാര് പറഞ്ഞതല്ലേ. ഞാൻ ന്യൂട്രിചാർജ് ബീജ് എന്ന് പറഞ്ഞെടുക്കരുത്. വേറെ ഒരു പ്രൂഫിന്റെ ആവശ്യമില്ല. കാരണം ലിവിങ് എക്സാമ്പിൾ ആണ്, ലിവിങ് എക്സാമ്പിൾ ആണ്. ആൾക്കാർ ഇത് നോട്ടീസ് ചെയ്യും. ആൾക്കാർ ഇത് നോട്ടീസ് ചെയ്യുമ്പോൾ ആൾക്കാർ തന്നെ വന്ന് ചോദിക്കും എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാനൊരു കാര്യം ഉറപ്പ് പറയുന്നത്, ഇപ്പൊ ഗീതാദേവി മാഡം, ഞാൻ തുടക്കകാലത്തിൽ ഗീതാ മാഡത്തിനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ ലുക്ക് എന്നറിയോ? ബിക്കോസ് എന്താണ്, ശരിയായിട്ടുള്ള സാധനങ്ങൾ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ എത്തുന്നുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ബോഡി അത് പ്രൊജക്ട് ചെയ്യും. ബോഡി അത് നിങ്ങളുടെ റിസൾട്ട് ആക്കിയിട്ട് മാറ്റും. ആ റിസൾട്ടിനെ കാണുന്ന ഒരാൾ ആഗ്രഹിക്കുന്നറിയും, ഓ എനിക്കിതുപോലെ റിസൾട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷേ നമ്മൾ ന്യൂട്രിചാർജ് കഴിക്കില്ല, പക്ഷെ ശക്തമായിട്ട് പ്രൊമോട്ട് ചെയ്യും. നമ്മുടെ അടുത്തേക്ക് ആള് വരും, നമ്മൾ ഇതിനെ പറ്റി പറയും, ആള് ചോദിക്കും നിനക്കിത് കഴിച്ചിട്ട് കാര്യമായിട്ട് റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, കാരണം അത് നമ്മൾ കഴിക്കുന്നില്ല. പക്ഷെ നമ്മളിത് മുടങ്ങാതെ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് റിസൾട്ട് വരുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ന്യൂട്രിചാർജ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണ്. എന്റെ കണ്ണിന് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലേക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണ് കുളിക്കാൻ തുടങ്ങി, എന്റെ കണ്ണിന് വെള്ളം വരും. ഞാൻ ന്യൂട്രിചാർജ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇന്നേ വരെ പ്രശ്നം വന്നിട്ടില്ല. അപ്പൊ രാത്രി കാലങ്ങളിൽ എന്റെ ഒപ്പം സുഹൃത്തുക്കൾ വണ്ടിയിൽ കയറാൻ ഇത്തിരി പേടിയാ, കാരണം ഞാൻ വണ്ടി എടുത്താൽ എത്തോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടാ. പക്ഷെ ഇപ്പൊ ഒരു ഡൗട്ടും ഇല്ല. അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ന്യൂട്രിചാർജ് കഴിച്ചു. അത്രയുള്ള റിസൾട്ട്. ഇത്ര നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലോ. സോ ന്യൂട്രിചാർജിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ റിസൾട്ട് ശരീരത്തിൽ എടുത്തു കാണിക്കും. നമ്മളത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഉപയോഗിച്ചത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിന്റെ ഹാപ്പി ആയിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം ഒരാളും ആഗ്രഹിക്കില്ല എനിക്ക് സൗന്ദര്യം വേണ്ട എന്നുള്ളത്, എനിക്ക് ആരോഗ്യം വേണ്ട. ഇതെല്ലാവർക്കും വേണ്ട കാര്യമാണ്. നമ്മുടെ കയ്യിൽ ഇത് ഇത്തിരി കൂടുതൽ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇന്ന് ഇത് കിട്ടാനുള്ള പരിപാടി എന്താ ചോദിക്കും. സോ അതിനെയാണ് ലെക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ലെക്സ്, അതായത് സ്വന്തമായിട്ട് ആ ഉൽപ്പന്നം സംസാരിക്കും. മൂന്നാമത്തെ കാര്യമാണ് കണ്ടിന്യൂൽ കൺസംഷൻ. FMCG പോലെ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് വെൽനസ്. കാരണം എന്താ, നമുക്ക് ആരോഗ്യത്തിന് ഒരു ഡേറ്റ് ഒന്നും വെക്കാൻ പറ്റില്ല. ഇപ്പൊ ചില ആൾക്കാർ എന്നോട് വന്ന് പറയാറുണ്ട്, സാറേ വുമണോ മെന്നോ എത്ര കാലം കഴിക്കണം? എത്ര കാലം ആരോഗ്യത്തോടെയും നല്ല എനർജിയോട് കൂടി ജീവിച്ചിരിക്കണം അത്ര കാലം കഴിച്ചാൽ മതി. അല്ല ഞാൻ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് നിർത്തിക്കോട്ടെ? 3 ആഴ്ച കഴിച്ചിട്ട് നിർത്താണെങ്കിൽ നിർത്തിക്കോളൂ, കുഴപ്പമില്ല. അത് അവരുടെ ചോയ്സ് ആണ്. പക്ഷേ ഇതൊരു കണ്ടിന്യൂൽ കൺസംഷനാണ്. കണ്ടിന്യൂൽ കൺസംഷൻ വെച്ചാൽ ഇതിന് ഒരു കണ്ടിന്യൂൽ ബയർ ഗ്രൂപ്പിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിനെ FMCG കൊടുക്കുന്ന അതേ സീരിയസ്നെസ്സിനോട് കൂടി കൊടുത്താൽ മതി. കാരണം ഇതൊരു അത്യാവശ്യമാണ്. പലചരക്ക്, ഉപ്പ്, മുളക്, മല്ലി, ആട്ട ഒക്കെ ഒരു അത്യാവശ്യമാണ്. അതേപോലെ ഒരു അത്യാവശ്യം തന്നെയാണ് ന്യൂട്രിചാർജ്. കാരണം സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ കുറച്ചും കൂടിയും ഹാപ്പി ആയിരിക്കും, കുറച്ചും കൂടി ഉഷാറായിരിക്കും. കാര്യങ്ങളെ കുറച്ചും കൂടിയും അവര് നല്ല രീതിയിൽ ഉൾക്കൊള്ളും. കാര്യങ്ങളെ കുറച്ചും കൂടി നന്നായി ടാക്കിൾ ചെയ്യും. അവർക്ക് അത്ര ടെൻഷനും സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, അവരുടെ ശരീരത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അവര് കൂളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നിങ്ങൾ ഉറങ്ങിയില്ല, പോട്ടെ കുഴപ്പമില്ല. 2 ദിവസം നിങ്ങൾ സ്ഥിരമായിട്ട് ഉറങ്ങിയില്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാന്നല്ല, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ഇത് തന്നെയാണ് ശരീരത്തിന്റെ അവസ്ഥ. ശരീരത്തിന് വേണ്ടതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അത് എത്ര കൊല്ലായിട്ട്, 20-25 കൊല്ലായിട്ട് ശരീരത്തിന് വേണ്ടതൊന്നും ദൈവം സഹായിച്ച് അവിടെ എത്തുന്നില്ല. ശരീരം ഇതുവരെ എത്തി തന്നെ വലിയ കാര്യം. അപ്പൊ ഈ ഒരു അവസ്ഥ അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നേക്കാളും മുന്നേ തടയാന്നുള്ളതാണ് ന്യൂട്രിചാർജ് ചെയ്യുന്നത്. അതിന്റെ അടുത്ത റിസൾട്ടിലേക്ക് എങ്ങനെ പോകുന്നു അതിനപ്പം തന്നെ വെട്ടി മാറ്റി ഒന്നേന്ന് തുടങ്ങുകയാണ്. ഇനി നമുക്ക് ഒന്നും കൂടി ഒരു റൗണ്ട് പോയിട്ട് വരാം, ഇവ നന്നാവോ ഇല്ലേ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ന്യൂട്രിചാർജ് ഈസ് ഡൂയിങ്. അപ്പൊ മൂന്നാമത്തെ കാര്യമാണ് കണ്ടിന്യൂൽ കൺസംഷൻ. നമുക്കൊരു സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.
അതിനൊറ്റ കാര്യം വേണ്ടോ, ഒരു വട്ടം അവരിത് പർച്ചേസ് ചെയ്താൽ അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. വൺസ് അവർക്ക് റിസൾട്ട് വന്നാൽ അവരിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും, അതിലൊരു സംശയമില്ല. റിസൾട്ട് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ഡെഫിനറ്റ്ലി സ്ഥിരമായിട്ട് ഉപയോഗിക്കും. പക്ഷെ അത് വേറെ ഫോളോ അപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. ഇപ്പൊ ഈ അടുത്ത് ഇതേ ഒരു മേഖലയിൽ, വെൽനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ലേഡി ആയിട്ട് ഞാൻ മുംബൈയിൽ കണ്ടു. അവിടുത്തെ ഒരു ഹോം മീറ്റിംഗിൽ ഈ ലേഡി എൻ്റെ ഒപ്പം ഇരുന്നിട്ട് അവർ പറഞ്ഞ കാര്യം, അവരുടെ കമ്പനിയിൽ അവർ ഓഫർ ചെയ്യുന്ന ഒബീസിറ്റിനെ കുറയ്ക്കാൻ, അമിതവണ്ണത്തെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ന്യൂട്രീഷൻ സപ്ലിമെന്റിന്റെ ഒപ്പം അവര് രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ ഒരു എക്സസൈസ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് സൂമിൽ. അത് കറക്റ്റ് ആയിട്ട് 6 മണിക്ക് ആൾക്കാർ കയറുന്നു, അവർ എക്സസൈസ് കാണിക്കുന്നു, അവർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് കഴിയുന്നു. അവരെന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ശരിയായ സമയത്ത് അവർ ഫോട്ടോ എടുത്ത് അവർ കഴിച്ചു കൊടുക്കും. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ച് പറയും, ഈ ഭക്ഷണം കഴിക്കരുത്, ഇത് നിങ്ങളുടെ ഡയറ്റ് അലൗഡ് അല്ല. സോ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ സർവീസും കുറച്ച് എക്സ്ട്രാ കെയറും നമ്മൾ കൊടുക്കാൻ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി റെഡിയാണെങ്കിൽ നന്നാവാൻ അവരും റെഡിയാണ്. പക്ഷെ അവർക്കൊരു പുഷ് വേണം. കാരണം ന്യൂട്രീഷണൽ സപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു മേഖല അവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവുന്നു, ചില ഡൗട്ടുകൾ ഉണ്ടാവും. ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ, ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ, ഈ ഡൗട്ടുകൾ തോന്നിപ്പിക്കാൻ വിധത്തിലുള്ള ആൾക്കാർ അവിടെയൊക്കെ ഉണ്ടാവും, ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. ഈ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും, ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ച എന്തെങ്കിലും പ്രശ്നം വരും കേട്ടോ, നീ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, നീ ഒന്ന് യൂട്യൂബ് ചെയ്ത് നോക്ക്. അപ്പൊ ഇവൻ യൂട്യൂബ് ചെയ്യും. യൂട്യൂബിൽ പിന്നെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, വെള്ളം കുടിച്ചാൽ വരെ പ്രശ്നം ഉണ്ട് എന്ന് പറയുന്ന വീഡിയോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു കസ്റ്റമറിനെ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ സർവീസ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിരിക്കും ഇവർ ഡീൽ ചെയ്യുന്നത്. അവരോട് പറയാ, അമിതവണ്ണം കുറയ്ക്കാൻ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാഡത്തിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ എനിക്ക് പറയാം ഇത് മാത്രം കഴിച്ചാൽ മതി മാഡത്തിന്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒപ്പം നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കും, നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യണം. ആ എക്സസൈസ് ചെയ്താൽ കുറച്ചുകൂടി സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാക്കിലേക്ക് വരാൻ പറ്റും. അതിന് ഞാനും കൂടെ നിൽക്കാം. രാവിലെ 6 തൊട്ട് 7 വരെ ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് സൂമില്. അതില് ഇതുപോലെ ഒബിസിറ്റി ആയിട്ടുള്ള ലേഡീസ് അവരെല്ലാവരും കൂടി ഒരുമിച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാഡം ഒന്ന് പ്ലാറ്റ്ഫോം ഒന്ന് ഓൺ ആക്കി വെച്ചാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പൊ എന്തായി, അവർ ഒറ്റയ്ക്കല്ല, അവർക്ക് ഒരുമിച്ച് ചെയ്യും. കാരണം ഒറ്റയ്ക്ക് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ ഒരാളും ചെയ്യും. അവർക്ക് ആരെങ്കിലും ഒക്കെ ഒരു കൂട്ട് വേണം, ആരെങ്കിലും ഒന്ന് ഇരിപ്പിക്കാൻ വേണം. അപ്പൊ എന്താണ്, 6 തൊട്ട് 7 വരെ എക്സസൈസ്. പിന്നെ കഴിക്കുന്ന ഭക്ഷണം ആദ്യത്തെ ഒരു 3 ആഴ്ച എന്തൊക്കെയാണ് കഴിക്കുന്നത്, ഒരു ഡയറ്റ് നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇന്ന ഭക്ഷണം ഒഴിവാക്കുക, ഇന്ന ഭക്ഷണം വേണം എന്ന് ഒഴിവാക്കി. അപ്പൊ അവർ തന്നെ ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും, ഇതല്ല കഴിക്കേണ്ട, ഇതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ തന്നെ എന്താണ്, ഒരു കസ്റ്റമർ സർവീസ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. സോ മൂന്നാമത്തതാണ് കണ്ടിന്യൂൽ കൺസംഷൻ. നാലാമത്തതാണ് യൂണിവേഴ്സൽ അപ്പീൽ. കാരണം ഇത് ലോകത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. കാരണം എന്താ, ലോകത്തിൽ ആരോഗ്യം വേണ്ടാത്തായിട്ട് ആരോഗ്യം, എല്ലാവർക്കും ആരോഗ്യം വേണം. ചെറിയ കുട്ടി തൊട്ട് മുതിർന്ന ആള് വരെ എല്ലാവർക്കും ആരോഗ്യം വേണം. ആൻഡ് നമുക്ക് ഭാഗ്യമുണ്ട്, എന്താ, നമ്മുടെ കമ്പനി ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്, ന്യൂട്രിചാർജിന്റെ ഓരോ സപ്ലിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, മെന്ന് വുമണ്, കൊക്കോ പ്രൊഡക്റ്റ് സ്ട്രോബെറി, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് കേസർ പിസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾ പ്രോ എന്ന് പറയുന്നത് ഓൾ ടുഗദർ ആയിട്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഒരു സപ്ലിമെന്റ് ആണ്. എല്ല് തേമാനുള്ളവർക്ക്, അമിതവണ്ണം ഉള്ളവർക്ക്, ഒരുപാട് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്, ഇവർക്ക് എല്ലാ കാറ്റഗറിയിലും നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ ഒരു യൂണിവേഴ്സൽ അപ്പീൽ എത്രത്തോളം ഉണ്ടെന്ന്. കാരണം ഇന്ന് ഇന്ത്യയിൽ എവിടെ ചെന്നാലും നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യണം, എവിടെ ചെന്നാലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. കാരണം ആരോഗ്യം വേണ്ടാത്തതായിട്ട് ഒരു മനുഷ്യനില്ല. അവർക്ക് ഇത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വേറെ ഏത് സെഗ്മെന്റ് ഓരോ ടെറിട്ടറി അനുസരിച്ച് ചിലപ്പോൾ ചില സ്ഥലത്ത് അത് പ്രാബല്യത്തിലാവാൻ, ചില സമയത്ത് ആവില്ല. അപ്പൊ ഹരിത സഞ്ജീവനി എല്ലാവർക്കും വർക്കൗട്ട് ആവില്ല, പക്ഷെ വർക്കൗട്ട് ആവുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ന്യൂട്രിചാർജ് എല്ലാവർക്കും വർക്കൗട്ട് ആവും. എല്ലാവർക്കും വർക്കൗട്ട് ആവുന്നത് മാത്രമല്ല, അതിന് ഭാഷ ഒരു പ്രശ്നമേ അല്ല. ഭാഷ ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ അത് സാമാന്യം കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇത് എന്തിനുള്ളതാണ്, എങ്ങനെയുള്ളതാണ്. സോ യൂണിവേഴ്സൽ അപ്പീൽ ഭയങ്കരമാണ്. ആൻഡ് അഞ്ചാമത്തതാണ് ലോ കൺസ്യൂമിങ് ടൈം. ഇന്ന് ആൾക്കാർക്ക് ഒന്നിനും സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഇരിക്കാൻ സമയമില്ല, നിൽക്കാൻ സമയമില്ല. ഇങ്ങനത്തെ ഒരു സമയത്ത് ഭൂരിഭാഗം ഉണ്ടാവുന്നതാ, കുട്ടികൾ രാവിലെ ഒന്നും കഴിക്കാതെ പോകും, ഭർത്താവ് രാവിലെ ഒന്നും കഴിക്കാതെ പോകും. കാരണം എന്താ, ഓഫീസിലേക്ക് ലേറ്റ് ആയി. അവിടെയാണ് ന്യൂട്രിചാർജിന്റെ സ്പെഷ്യാലിറ്റി വരുന്നത്. കാരണം എന്താ, ഇപ്പൊ നമുക്ക് ഒരു ബോട്ടിലായിട്ട് എന്ത് ചെയ്യാം, ഒരു ഷേക്കർ ഉണ്ട്, ആ ഷേക്കറിൽ നമുക്ക് കൊക്കോ പ്രൊഡക്റ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം, പോണ വൈക്ക് അത് കുടിക്കാൻ ന്യൂട്രിചാർജ് ടാബ്ലറ്റ് എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ശരീരത്തിന് വേണ്ട സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മളൊരു ഫാസ്റ്റ് ആയിട്ട് ഒരു ജീവിത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇലയൊക്കെ ഇട്ട് നല്ല ചോറൊക്കെ വിളമ്പി ഒരു കുഴിയൊക്കെ കുഴിച്ച് സാമ്പാറൊക്കെ ഇട്ട് ഒരു കുറച്ച് തോരൻ ഇതൊക്കെ
ഉണ്ട കാലം ഉണ്ടായിരുന്നു, 1 മണിക്കൂർ എടുത്ത് ഉണ്ട കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി കടയിൽ ചെല്ലുന്നു, ബർഗർ മേടിക്കുന്നു, കഴിക്കുന്നു, ബർഗർ കടിച്ചുകൊണ്ട് തന്നെ നമ്മൾ നടന്നു പോകുന്നു. ആ കാലഘട്ടത്തിലേക്ക് എത്തി. അപ്പൊ ഇനി വീട്ടിലും ഇതേ അവസ്ഥ തന്നെ വരും. കാരണം രാവിലെ ഭക്ഷണം കഴിക്കാൻ ടൈം ഇല്ലാത്തൊരവസ്ഥ വരും. ആ സമയത്ത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. ചുരുങ്ങിയ സമയം, മിനിമം സമയം മതി ഇത് പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാവിലെ നമ്മുടെ വീടുകളിൽ വീട്ടിലെല്ലാവരും ഷേക്ക് ആണെങ്കിൽ എത്ര സമയം വേണം വീട്ടമ്മയ്ക്ക്? വേണമെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ കൂടുതൽ കിടന്നുറങ്ങി, ഒരു അരമണിക്കൂർ കൂടുതൽ കിടന്നുറങ്ങിക്കോ. 4 മണിക്ക് എണീക്കണ്ട. രാവിലെ എണീക്കുക, ഒരു പഴം ഇടുക, നമ്മുടെ പൊടി ഇടുക, അടിക്കുക, കുടിക്കുക, കഴിഞ്ഞ പരിപാടി. 4 പേർക്കും ഷേക്ക്. അത്രേ ഉള്ളൂ. അന്ന് വീട്ടമ്മയും ഹാപ്പി, നമ്മുടെ ശരീരവും ഹാപ്പി. അപ്പോ ഇത്രയും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. എന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സാമ്പിൾ ഉണ്ടാവും. കാരണം നിങ്ങൾ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിനെ പറയുമ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ റെഡി ആവില്ല. കാരണം അവരുടെ ഉള്ളിൽ ചെറിയൊരു എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവുന്നുണ്ടാവും. അവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ഗെയിനർ കയ്യിലിട്ട് അങ്ങോട്ട് കഴിക്കുക, കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഈ അടുത്ത് ഫിലിപ്പ് സാറ് അദ്ദേഹം വീര് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എനിക്കൊരു ചെറിയൊരു ബോട്ടിൽ കാണിച്ചത്, കീ ചെയിൻ കാണിച്ചത്, ഓൾപ്രോന്റെ ഒരു കുഞ്ഞു ഷേപ്പിലുള്ളത്. അതിങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് അതിന്റെ താഴെ തുറന്ന പൊടിയുണ്ട്. ആ പൊടി വേണമെങ്കിൽ അവർക്ക് സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ വേണ്ട? ഒന്നും വേണ്ട, ഒരു ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കലക്കിയൊന്ന് കൊടുത്താൽ മതി. എന്നിട്ട് കുടിക്കുക. ആൾക്ക് പേടിയാണെങ്കിൽ നമ്മൾ കുടിച്ച് കാണിക്കുക. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചുരുങ്ങിയ സമയം മതി ഇത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി. എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. വലിയ ഭാരമൊന്നുമില്ല. മറ്റേ ഏത് സെഗ്മെന്റുകൾ നിങ്ങൾ എടുത്താലും അതിന്റെ എല്ലാ പ്രൊഡക്റ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ കുറച്ചൊരു വെയിറ്റ് ഉണ്ടാവും. ഇതിനെ സംബന്ധിച്ച് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും. വ്യൂ കൊണ്ടുപോകാം, മെന്റ് കൊണ്ടുപോകാം, എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. സിമ്പിൾ ആണ്, വലിയ ഇതൊന്നുമില്ല. ഇനി ബൾക്ക് ബോക്സ് ആണെങ്കിൽ എന്താ, സാഷ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യല് നമ്മൾ ഇപ്പോഴും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താ? നമ്മുടെ മൈൻഡ് സെറ്റില് ഇത് ആൾക്കാർ വാങ്ങില്ല എന്നങ്ങോട്ട് ഉറപ്പിച്ചൊക്കെയായിരുന്നു. ഈ ന്യൂട്രിചാർജ് ഒന്നും ആൾക്കാർ വാങ്ങില്ല. കാരണം എന്താ? അത് പറയുമ്പോ അവര് പറയും വില, അവര് പറയും ഇത്ര റേറ്റ് ആണെന്ന് പറയും. ഇത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു അസുഖം വന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കേസാണ്. ഇവിടെ ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഡേയാണ്. അവിടെ ചെന്ന് ഒരാളും വില പേശില്ല. അവര് പറയണ ഈ ഓപ്പറേഷൻ ഇപ്പൊ ചെയ്യണം 50,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 35,250 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല. ഒരാളും പറയില്ല. കാരണം അവിടെ അത് അത്യാവശ്യം ആരോഗ്യത്തിന്റെ കാര്യത്തില് ഒരാളും കോംപ്രമൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അവരിത് വാങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഒരു വിചാരമുണ്ട്, ന്യൂട്രിചാർജിന് ഭയങ്കര റേറ്റ് ആണ്, ഇവര് വാങ്ങിക്കാത്തത്. ഈ ഒരു ഉൽപ്പന്നത്തെ ശരിയായ രീതിയിൽ, ശരിയായ ഭാഷയിൽ, ശരിയായ ഡെമോൺസ്ട്രേഷൻ കൊടുത്ത് കാണിച്ചു കൊടുത്താൽ ആൾക്കാർ വാങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് കിഡ്സ്. കാരണം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ പറയും കിഡ്സ് ആണ്. ആ കിഡ്സ് ഒരു വീട്ടുകാരും പറയില്ല എന്റെ കയ്യിൽ കാശ്, എങ്ങനെയെങ്കിലും അവർ ഫണ്ട് ഉണ്ടാക്കി കുട്ടിക്ക് അത് കൊടുക്കും. വൺസ് അത് കൊടുത്ത് റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവര് ഈ ബിസിനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. കാരണം നമ്മളെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവരെ കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് വൺസ് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അവർ തന്നെ നല്ലൊരു കസ്റ്റമർ ആവും, അവർ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഈ ഒരു സെഗ്മെന്റിൽ അഫോർഡബിൾ ആണ്, സ്വന്തമായിട്ട് ആ ഉൽപ്പന്നം സംസാരിക്കും, കണ്ടിന്യൂൽ കൺസംഷൻ ഉണ്ട്, യൂണിവേഴ്സൽ അപ്പീൽ ഉണ്ട്, കുറച്ച് സമയം മതി, പ്രിപ്പയർ ചെയ്യാനും കഴിക്കാനും വളരെ ഈസി ടു ട്രാവൽ ആണ്, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. പക്ഷേ നമുക്കിത് തരുന്ന ഒരു എക്സ്ട്രാ മൈലേജ് ചെറുതൊന്നല്ല. കാരണം ഓരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് ബയോഏജ് 1,500 രൂപയാണ് MRP വരുന്നത്, അതിന് DP 1,200 നമുക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 300 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. ഇപ്പൊ ബോൺ ആൻഡ് ജോയിന്റ് PG നോക്കിയാൽ 3,500 രൂപ MRP വരുന്നത്, DP റേറ്റ് വരുന്നത് 2,800. 700 രൂപ മിനിമം നമ്മുടെ കയ്യിൽ. ഇത്ര ചെയ്യണ്ടോ? എന്ത് ചെയ്യണം? മുട്ടുവേദന ഉള്ള ആൾക്കാർ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മുട്ടമ്മ കൈവച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്ക് പൊങ്ങുന്ന ആൾക്കാരുണ്ടാവും. അവരോട് ചെന്ന് ചോദിക്കുക, എന്താ ചേട്ടാ എന്താ പറ്റിയേ? അല്ല മുട്ടിന് ഭയങ്കര, എത്ര നാളായി തുടങ്ങിയിട്ട്? ഓക്കെ മതി, ഇത്ര ചെയ്യാനുള്ളൂ. ഈ നമ്മുടെ തൃശ്ശൂരൊക്കെ ഒരു ആകാശപാത പണിതിട്ടുണ്ട്. അത് എന്തിനാ പണിത് എന്നുള്ളത് അവർക്കും അറിയില്ല, എന്തിനാ അവിടെ വെച്ചേക്കുന്നത് നാട്ടുകാർക്കും അറിയില്ല. കുറച്ച് പേര് അതിന്റെ മേലെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോണ കാണാറുണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ഈ ആകാശപാത ഉത്സാഹത്തോടെ കയറുന്ന കുറച്ച് പേരുണ്ട്, തിരിച്ചിറങ്ങാൻ കുറച്ച് ടൈം എടുക്കും. വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങളൊരു കസേര ഇട്ട് അവിടെ ഇരുന്നു, ആൾക്കാർ വരും, പേടിക്കണ്ട. ബീജിയിലെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ ഷുഗർ കഴിച്ചിട്ട് കാലും കൈയൊക്കെ പൊടിയിരിക്കുന്ന ആൾക്കാർ. ചൂടുകാലാണ്,
ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റിഫ്രഷർ. ഇപ്പൊ ഓഫറും ഉണ്ട്, 5 1 get 1 എന്നുള്ള ഓഫർ ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ചിൽഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു കൂളർ കയ്യിലുണ്ടെന്ന് വെച്ചാൽ ഏറ്റവും സൗകര്യമായിട്ട് നിങ്ങൾക്ക് ഇന്ന് എവിടെ വേണമെങ്കിലും അത് സെൽ ചെയ്യാൻ പറ്റും. ഒരു റിഫ്രഷർ നിങ്ങൾ MRP DP ഡിഫറൻസ് പറ്റുക 14 രൂപ, ചെറിയ കാര്യമൊന്നുമല്ല. അത്യാവശ്യം നിങ്ങളുടെ വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ റെഡിയാവും. പക്ഷെ ഇത് മാത്രമല്ല, ഇവിടുന്ന് സെഗ്മെന്റുകൾ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. 23 തരം സെഗ്മെന്റുകൾ ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, FMCG എത്രത്തോളം കണ്ടിന്യൂവൽ ആണോ അതേപോലെ ന്യൂട്രിചാർജും വേണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂവൽ കൺസംഷൻ കൊണ്ടുവരാൻ പറ്റും. അവരുപയോഗിക്കുന്ന അതേ പാറ്റേണിൽ നമുക്ക് വീണ്ടും അവരെ കൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും നിരന്തരമായിട്ടൊരു കൺസ്യൂമർ ഗ്രൂപ്പിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഏറ്റവും ഹൈയസ്റ്റ് ഫീൽ തരും. ഇന്ന് തുളസി പെയിൻസ് ഉണ്ട്, പക്ഷെ തുളസി പെയിൻസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് സീസണലാണ്. എല്ലാ മാസവും നമുക്ക് ഒരേപോലെ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇത് ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന് എന്ത് വേണം, അടിസ്ഥാനപരമായിട്ട് ഉൽപ്പന്നത്തെ പറ്റിയിട്ടുള്ള ഒരു അറിവ് വേണം. ഇത് എന്താണ്, എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, എപ്പോഴാണ്. ഈ 4 കാര്യങ്ങളും ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഇത് വേണ്ടാന്ന് പറയുന്ന ഒരാളില്ല. പിന്നെ സമൂഹത്തിൽ നടക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചെറിയൊരു അവബോധം വേണം. എന്തൊക്കെയാണ് നടക്കുന്നത്, ഏത് രീതിയിലാണ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്, ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്തൊക്കെ മോശമായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും അവരെ ഓർമ്മപ്പെടുത്താൻ പറ്റും. ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലൊക്കെ ചിലപ്പോൾ അവർക്ക് ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട്, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രചോദനമായിട്ട് മാറും. അപ്പൊ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീനേക്കാളും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. ആ വെൽനസ് ഇൻഡസ്ട്രിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 12% വെച്ചിട്ടാണ് ഇത് വളരുന്നത്. 12%. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10ൽ നിൽക്കുന്ന 10 ഇൻഡസ്ട്രികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5ന് മുകളിലായിരിക്കും വെൽനസ് ഇൻഡസ്ട്രിയുടെ സ്ഥാനം. അത് ഇനിയും ആവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹോസ്പിറ്റലും വിചാരിക്കില്ല ഒരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നം മാറണം എന്നുള്ളത്. അത് വീണ്ടും വീണ്ടും കൂടിയാലാണ് ഹോസ്പിറ്റലിൽ വീണ്ടും വീണ്ടും സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂൽ ആയിട്ടുള്ള ഒരു ഉപയോഗത്തിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ അവരെ സന്തുഷ്ടമാക്കി വെക്കുന്നു, അവരെ ആരോഗ്യമുള്ള ഒരാളായിട്ട് മാറ്റുന്നു, അവർക്ക് സമ്പാദ്യം ഉണ്ടാക്കാനുള്ള അവസരം ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയും നല്ലൊരു പുണ്യപ്രവൃത്തി വേറെ എവിടെ ചെയ്യാൻ പറ്റും? ചോയ്സ് നമ്മുടെയാണ്. മേരാ ചാർജ് ന്യൂട്രി ചാർജ് എന്ന് പറയുമ്പോൾ ആ ചാർജ് ഉള്ളിലേക്ക് ഉൾക്കൊണ്ടിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ക്ഷീണിച്ച മുഖമായിട്ട് മേരാ ചാർജ് ന്യൂട്രി ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് ഉൾക്കൊള്ളില്ല. നമ്മളെ കഴിച്ച് നമുക്ക് എനർജി വന്ന് നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം വന്ന് പറഞ്ഞാലാണ് ആൾക്കാർക്ക് തോന്നുള്ളൂ ഇവൻ ഇത്ര എനർജി ഉണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത്. നമ്മള് കോളേജുകളിലൊക്കെ അരവണ കൊണ്ടുവരും, സ്കൂളിലൊക്കെ പോയി ശബരിമലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അരവണ കൊണ്ടുവരും അല്ലെ. അരവണ വേണ്ടാത്ത ഒരാളും ഇല്ല. അതുപോലെ തന്നെ ആരോഗ്യം വേണ്ടാത്ത ഒരാളില്ല, എല്ലാവർക്കും വേണം. പക്ഷെ പറയേണ്ട രീതിയിൽ പറയണം. അതിന്റെ ഒരു ആവശ്യകത അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ ആ മാഡത്തിന്റെയോ വീട്ടിലത്തെ അവസ്ഥ വെച്ചിട്ട് പറയണം. അത് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഇത് ഉപയോഗിച്ച് പഠിക്കും. എന്നാലാണ് അത് കറക്റ്റ് ആയിട്ട് അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു, കുറച്ചു നേരം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വിലപ്പെട്ട കുറച്ച് സമയം ഈ ഒരു ചെറിയൊരു ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് നമുക്കറിയാം 2020 ആ ഒറ്റ കൊല്ലം നിങ്ങൾ കണക്കിലെടുത്താൽ മതി, ഉണ്ടാക്കിയ വിപ്ലവം ചെറുതൊന്നല്ല. ഒരു സെഗ്മെന്റ് കൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഡയറക്ട് സെല്ലിംഗിൽ RCMന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു കൊല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സെഗ്മെന്റുകൾ എല്ലാം ഒരേപോലെ വർക്ക് ചെയ്യണം, എല്ലാത്തിനും ഈക്വൽ ഫോക്കസ് കൊടുക്കണം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇനി വരും കാലഘട്ടത്തിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സെഗ്മെന്റുകൾ എന്തൊക്കെയാണ്? ന്യൂട്രിചാർജിന്റെ ഒപ്പം ഫുഡോട്ട് അസലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഒപ്പം FMCGയുടെ സ്വച്ഛ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് നമുക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനൊന്ന് കമ്പൈൻ ചെയ്ത് പറയാ, കമ്പൈൻ ചെയ്യാൻ പഠിക്കുക. ചെറിയൊരു ഹജ്മാഗോലിൽ നിന്ന് തുടങ്ങി ആ വീട്ടിലേക്ക് ഒരു ന്യൂട്രിചാർജ് വുമണോ മെന്നോ എത്തിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുക. ഇത് നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസവും ഇനി വരുന്ന ഈ ഒരു മാസവും അടുത്ത മാസം ഈ മൊത്തം കൊല്ലവും സന്തോഷവും ആരോഗ്യവും എല്ലാ രീതിയിലും സക്സസും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM, മേരാ ചാർജ്, ന്യൂട്രി ചാർജ്.